തിരുവനന്തപുരം നടൂർ കൊല്ലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനമോ പണം മുടക്കിയാൽ പാത അനുവദിക്കണമെന്നാണ് റെയിൽവേയുടെ വാദം. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിനെ തുടർന്ന് നടൂർ കൊല്ല നിവാസികളുടെ ദുരിതയാത്ര നേരത്തെ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. നടൂർ കൊല്ലയിൽ അമരവിള മഞ്ചവിളാകം റോഡുകളെ ബന്ധിപ്പിക്കുന്ന നീറകത്തലയിലാണ് റെയിൽവേ മേൽപ്പാലമോ അണ്ടർ പാസേജോ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇതേ ആവശ്യമുന്നയിച്ച് നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ അധികാരികൾക്ക് സമർപ്പിച്ചിരുന്നു. ഒടുവിൽ കർമ്മസമിതി രൂപീകരിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാത അനുവദിക്കുന്നതിൽ ദക്ഷിണ റെയിൽവേയിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടായത്. പക്ഷേ ഇതിന്റെ ചെലവ് പൂർണ്ണമായി സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനമോ വഹിക്കണമെന്നാണ് റെയിൽവേയുടെ വാദം. സ്കൂൾ കുട്ടികളുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ചന്തയിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള ജംഗ്ഷൻ എന്നുള്ള നിലയിൽ അമരവളയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സമൂഹം തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവർക്ക് ഈ പാത ഇതുവരെയും ഒറ്റവരി പാതയായിരുന്നപ്പോഴത്തേക്കും കടന്നു പോകാൻ സാധിക്കുമായിരുന്നു. ഇരട്ടവരി പാത റെയിൽവേ പാത ആവുകയും അതിവേഗ തീവണ്ടികൾ ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിരന്തരമായി ഇപ്പോൾ ഈ നിവേദനങ്ങളുമായിട്ട് എല്ലാവരെയും കാണുന്നത്. നേരത്തെ തന്നെ റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതോടെ ദുരിതയാത്രയായി. റെയിൽവേയിൽ നിന്നും അനുകൂല സമീപനമുണ്ടായ സാഹചര്യത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാലും ആവശ്യം പരിഗണിക്കപ്പെടുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.